മതിയായിരുന്നില്ലേ? നിർത്തുന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. എപ്പോഴാണ് വീട്ടിൽ പോകുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നിർത്താതിരുന്നു. പിന്നെ ഇവരുടെ ഈ ഇന്റൻഷൻ പാർട്ടി പ്രവർത്തകർക്കൊന്നും അറിയില്ലല്ലോ. ഈ പറയുന്ന മലപ്പുറത്തിന്റെ ഈ പറയുന്ന ഇവന്റെ ഇന്റൻഷൻ, ഈ മോഹൻദാസിന്റെ ഇന്റൻഷൻ പാർട്ടി സഖാക്കൾക്ക് അറിയില്ലല്ലോ. പാർട്ടി സഖാക്കൾ മരിച്ച് പണിയെടുത്തു, യാതൊരു തർക്കമില്ല. ആ സാധുക്കളും ഞാനും ഒറ്റയ്ക്കായിരുന്നു. അവസാനം ഞങ്ങൾ വഴിക്കടന്ന് ഒരു റാലി നടത്തി. ആ റാലിയുടെ മുകളിൽ രക്ഷപ്പെട്ട, കാരണം ഞാൻ തോറ്റത് പ്രഖ്യാപിച്ച് നടക്കില്ലേ. ഇതൊക്കെ ഇവിടെ കഴിഞ്ഞു പോയി. സാമ്പത്തികമായിട്ട് ബ്രാഞ്ചുകളിലും ബാക്കിയിലൊക്കെ പാർട്ടി കൊടുക്കേണ്ട പൈസയൊക്കെ പാർട്ടി കൊടുക്കും. ഇല്ല, ഇയാളുടെ ഇന്റൻഷൻ തന്നെ, അത് ഇയാൾ തന്നെയുള്ളൂ. അയാളുടെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല. ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അയാൾ അങ്ങനെ ഒരു മൂരാച്ചിയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആര് വന്നാലും, ഏത് തൊഴിലാളി വന്നാലും, ഏത് നേതാവ് വന്നാലും അതിനോട് തട്ടിക്കയറും. ഒരു കാര്യം കണ്ടാൽ അങ്ങനെയാണ്. പക്ഷെ ഉള്ള ഈ പറഞ്ഞ പോലെയാണ്. പോയ സഖാക്കൾ വിഷയിക്കുകൾ മൂരാച്ചി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ജാതി മറ്റു സ്വഭാവം ഉണ്ടല്ലോ വരുന്നതുകൊണ്ട്. നീ എന്തിനാന്ന് വന്ന് നിനക്ക് അവിടെ കൊടുത്താൽ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നാൽ ആകെ ഇതാക്കിയിട്ട് നല്ല തടിയെടുക്കും. അതാണ് മൂരാച്ചിത്തരം. യോഗത്തിനിടയ്ക്ക് നമസ്കരിക്കാനൊക്കെ പോകാറുണ്ട്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ആ ഒരു ഇഷ്ടം പ്രകടിപ്പിക്കാറുണ്ട്. അയാളൊന്നും എനിക്ക് പോയില്ല. നമ്മളിപ്പോൾ പ്രാദേശിക യോഗം നടക്കുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എന്നിട്ടാണ് ഞാൻ പരിപാടിക്ക് കയറുന്നത്. പക്ഷെ അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നിലമ്പൂരായാലും താനൂരായാലും ഒക്കെ വിജയിക്കുകയും പാർട്ടി ഓഫീസിന് വലിയൊരു പാർട്ടി ഓഫീസ് പണിയുന്നു. പാർട്ടിക്ക് വികസനവും MLA-മാരൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്ത് വലിയ പാർട്ടി ഓഫീസ് വരികയാണ്. ഭയങ്കരനാണ്, ഭയങ്കര കഴിവാണ്. സത്യത്തിൽ 4 മണിയാക്കി ജയിപ്പിക്കാൻ കഴിയും. കഴിവൊക്കെ എല്ലാവർക്കും അറിയാം. ഇയാൾ ഭയങ്കര സ്വാധീനം, ഇടപെടാൻ ശേഷിയില്ലവനാണ്. യാതൊരു തർക്കമില്ല. വലിയ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പാർട്ടി നേതാക്കൾ 5 രൂപയും 10 രൂപയും എനിക്കറിയത്. ഇനി അത് പാർട്ടി ഓഫീസ് ഉണ്ടാക്കുന്നത് ഇവിടെ അഴിമതി നടത്തിയിട്ടല്ല. പാർട്ടി പാവപ്പെട്ട അങ്ങാടി കൂടെ നടന്ന ഓരോ പാർട്ടി മെമ്പറും ഇത്ര ഉറപ്പിക ഓണറേറിയം അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നുണ്ട് 100, 200, 500 പാവപ്പെട്ട പാർട്ടി നേതാക്കൾ കൊടുത്തത് തന്നെയാണ് മലപ്പുറത്ത് വരാൻ പോകുന്ന പാർട്ടിയൊക്കെ. അത് ബാക്കിയുള്ളവർക്ക് കൈക്കൂലി വന്നിട്ട് ഉണ്ടാക്കിയാണെന്നും ഞാനെന്താ വെച്ചാൽ എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. നമുക്കറിയുന്ന യാഥാർത്ഥ്യം അങ്ങനെ തന്നെ പറയും. അങ്ങനെ തന്നെയാണ് ആ വലിയ കെട്ടിടം ഉയരുന്നത്. ഈ പാവപ്പെട്ട സഖാക്കളും അവരോട് സഹകരിച്ച സാധാരണ മനുഷ്യന്മാർ. പിന്നെ ആരെങ്കിലും സിമെന്റ് കമ്പിയൊക്കെ കൊടുക്കുക, ഇപ്പോൾ എല്ലാ പാർട്ടിയും കൊടുക്കുന്നതാണ്. അതൊക്കെ സ്വാഭാവികമാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് അസംബിക്കതാണ്. പറയും.